അതുപോലെ തന്നെ യാന ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഭയങ്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ ആർ സർവീസ് കോർപ്പറേറ്റ് മുൻ ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള കാവുങ്ങൽ യാക്കത്തലി, അതുപോലെ തന്നെ CK മുഹമ്മദ് അജി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി വിളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട MP ഹംസ സാഹിബ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രായമായ ഒരു സ്ത്രീ, സാരിയൊക്കെ ധരിച്ച ഒരു സ്ത്രീയാണ്. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മുതുമലയിൽ ഒരു ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ക്യാമ്പയിന്റെ 3 ഘട്ടങ്ങൾ അവസാനിച്ചത് കഴിഞ്ഞ മാർച്ച് 25-നാണ്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഓരോ വീട്ടിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം, ജൈവ മാലിന്യങ്ങൾ അതാത് വീട്ടിൽ സംസ്കരിക്കപ്പെടണം. ഓരോ സ്ഥാപനത്തിലും ഉൽപ്പാദിപ്പിക്കണം. Okay, thank you. Radio MB. മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് അടുത്തതായി DYFI യൂത്ത് ബ്രിഗേഡ് നഗർ പഞ്ചായത്ത് പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായി ഗവൺമെന്റ് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ. മുമ്പും സന്നദ്ധ സേന നഗർ സർവീസ് കോർപ്പറേറ്റ് പ്രതിനിധി റിപ്പോർട്ട് ചെയ്തതാണ്. PDP പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തതാണ്. വനിതാ ലീഗ് പ്രതിനിധി 19-ാം വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതാണ്. പാലക്കര പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തതാണ്. പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് കെയർ മണ്ഡല കമ്മിറ്റി പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ.